ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നടൽ വീഡിയോ കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് ഉള്ളി അഥവാ നമ്മൾ ചെറിയുള്ളി വലിയുള്ളി അതൊന്ന് നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ചാക്ക് കണ്ടില്ലേ, നല്ല വൃത്തിയുള്ളൊരു ചാക്കാട്ടോ. അപ്പോൾ ആ ചാക്കിൻ്റെ താഴെ ഭാഗം അടിഭാഗം ഇതുപോലെ ഒരു കയറെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ അതെന്തിനാണ് കെട്ടി കൊടുക്കണം എന്നുള്ളത് ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ എന്തിനാണെന്നുള്ളത്. നല്ലൊരു ഭംഗിയുണ്ട്, ഇങ്ങനെ നടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം അടിഭാഗം കെട്ടിയിട്ട് നമ്മൾ എന്താ ചാക്ക് ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. മറിച്ചെടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചെടുത്തിട്ട് ഒന്ന് കുടഞ്ഞിങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എന്താ നല്ലൊരു വൃത്തിയിൽ ഒരു നമ്മൾ ഗ്രോ ബാഗൊക്കെ ഉണ്ടല്ലോ നമ്മൾ വാങ്ങി നടുന്നത്, അതിൻ്റെ അതേമാതിരി തന്നെ ഉണ്ടാവും കേട്ടോ ചാക്കിലേക്ക് നടുക എന്നുള്ളത് കണ്ടാൽ. അപ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് പിടിച്ച് അടിഭാഗം കട്ട് പിന്നെ ഇതുപോലെ കെട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇടുക. അവിടെ ഇതുപോലെ കണ്ടിട്ട് നല്ല ഭംഗിയില്ല ഇപ്പം കാണാൻ. അപ്പോൾ നമ്മൾ നടുമ്പോൾ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയിലൊക്കെ നട്ടാൽ ഒന്നുകൂടിയും ഭംഗിയാണല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ നടുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ഇതിലേക്ക് ഇടണമെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതപ്പം നമ്മൾ അടിച്ചു വാരി നമ്മളെ കരിയിലട്ടോ ചവേരകൾ ഞാനിങ്ങനെ ഒരു ഇതിൽ ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. അതൊന്ന് ഫസ്റ്റ് തന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അധികം മണ്ണും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടി ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ കമ്പൊക്കെ ചെറിയ കമ്പ് കണ്ടില്ലേ, അതൊക്കെ കൈക്ക് കുത്തുന്നത്, അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതാ മണ്ണ് നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിട്ട് ചാക്കിട്ട് മൂടി വെച്ചതാണ്. അതൊന്ന് നനയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മളിങ്ങനെ കുറച്ച് മണ്ണ് ഇങ്ങോട്ട് കൊത്തിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം മണ്ണിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് എന്താണ് പച്ചക്കറീൻ്റെ വേസ്റ്റുകൾ, പിന്നെ ഉള്ളിത്തണ്ട് അങ്ങനത്തതൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അടിച്ച് വാരി കരിയില അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മണ്ണ് കുറഞ്ഞ മണ്ണ് മതി കേട്ടോ. എന്താ പിന്നെ ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അല്ല നമുക്ക് ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ അറിയാലോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉള്ളിയൊക്കെ നട്ടിട്ട് നമ്മളെ സബോള അതൊക്കെ നട്ടിട്ട് നന്നായിട്ട് ഉണ്ടായിനെന്നാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ അത് നടുന്നത്. അപ്പോൾ ഒന്ന് നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് പച്ചയില പറിച്ച് കൊണ്ടുവന്ന് അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടോ. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പിന്നെ മണ്ണിട്ട് കൊടുക്കാം. കുറഞ്ഞ മണ്ണ് മതി, അധികം മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോ പിന്നെ കിച്ചണിലെ വേസ്റ്റും കാര്യങ്ങളുണ്ടല്ലോ, വേസ്റ്റ് പറഞ്ഞാൽ ഉള്ളിൻ്റെ തൊണ്ട് മുട്ടത്തൊണ്ട് ഒക്കെ നമുക്ക് ഓരോ ദിവസത്തെ ഇതിൻ്റെ മുകളിലേക്കാട്ട് ഇട്ട് കൊടുത്തായിട്ട് നട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ജൈവവളം കേട്ടോ. എന്താണ് ഞാൻ മണ്ണ് കുറഞ്ഞ മണ്ണോടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി അത് കൊടുത്തിട്ടോ. ഇളക്കി എല്ലായിടത്തേക്കും ഇങ്ങോട്ട് മണ്ണ് എത്തുന്ന രീതിയിൽ ഇങ്ങോട്ടാക്കി. ഇപ്പം തന്നെ നമ്മളെ ചാക്ക് ഉണ്ടല്ലോ നല്ലൊരു വൃത്തിയില്ലേ. നമ്മളെ ചാക്കിന് ഇങ്ങനെ ഇതുപോലെ ഓൾസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്താ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓൾസ് ഉണ്ടാക്കിയിടാം. ചാക്ക് മാത്രമാക്കിയിട്ട് അതെ ചെറിയ ഓൾസ് കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു വേരും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പോകാൻ നല്ലതാണല്ലോ. അപ്പം ഞാൻ എന്താ ഇതുപോലെ ചുറ്റുഭാഗവും ഞാൻ ഓൾസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഓൾസ് ഉണ്ടാക്കി എടുത്തിട്ട് ഇനി നമുക്ക് നടുന്നതൊന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉള്ളി സബോള വലിയുള്ളി കേട്ടോ മുളച്ച് വന്നതുണ്ടായിന്, അതൊന്ന് നടാമെന്ന് വിചാരിച്ചു. അതേപോലെ ചെറിയുള്ളി കുറച്ച് ചെറിയുള്ളി ഉണ്ട്, അതൊക്കെ ഒന്നിച്ചൊരു ചാക്കിലേക്കായിട്ട് നടാം. എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. പിന്നെ അധികം മണ്ണിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതുകൂടി അങ്ങനെ വെച്ച് കൊടുക്കട്ടെ. പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇടാത്തത് എന്താ വെച്ചാൽ എനിക്കിങ്ങനെ കയ്യിനോട് ചെയ്യുന്നതാട്ടോ ഇഷ്ടം. ഗ്ലൗസ് ഇടുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ബെറ്റർ ആവില്ല കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് നമ്മളിതൊക്കെ കുളിക്കുന്നതിൻ്റെ മുന്നാട്ടോ ഞാൻ ചെയ്യൽ. രാവിലെ നമ്മളെ പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മുറ്റടിച്ച് തരുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം ഓരോന്ന് നടൽ. അപ്പോൾ കയ്യിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ആവുമല്ലോ എന്നുള്ള ഓരോരുത്തർക്ക് സംശയം ഉണ്ടാവുമല്ലോ. പിന്നെ ആ അലക്കുമ്പോൾ പിന്നെ നമ്മളെ കൈയൊക്കെ നല്ലോണം തേച്ച് ഇങ്ങനെ കുളിച്ച് കഴിയുമ്പോഴൊക്കെ അതൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. നമ്മൾ നല്ലോണം തേച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലേ ഇതുപോലെ ഇതാ ഫുള്ള് ഞാൻ നട്ട് വെച്ച് നല്ല നമുക്ക് ഉണ്ടായിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചു തരണം കേട്ടോ. ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കേട്ടോ എനിക്ക്. നമുക്ക് നട്ട് നോക്കിയാലാണല്ലോ ഉണ്ടാവുമോ ഇല്ലേ. നമ്മളിതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം, നമുക്ക് ഉണ്ടായാലും നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ട് ഒരു തക്കാളി ഒരു വെണ്ട ഉള്ളിയൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര തന്നെ. പിന്നെ ഞാനൊരു പൊട്ടിയ സ്റ്റൂൾ ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടിയ സ്റ്റൂൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ചത് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞാൻ വെച്ച് കൊടുത്ത് നമ്മൾ ചെടീൻ്റെ ഇടയിൽ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് കൊടുത്ത് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നമ്മളെ പരിസരമൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടെടുക്കും വേണേ. എന്തെങ്കിലും ഏജാതികളൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അതെല്ലാം നല്ല ശ്രദ്ധ തന്നെ കൊടുക്കണം. പിന്നെ ഇങ്ങനെ ചെടിയും ആ ചപ്പും ചവറുകളൊക്കെ അങ്ങനെ കൂടി നിന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളെന്താ ഉള്ളി നട്ട് ഇവിടെ റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിന്. ഇനി ഉണ്ടായി എന്നിട്ട് അതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ നമുക്ക് പിന്നെ ഒരു പ്രചോദനമാണ് കേട്ടോ. പിന്നെ എനിക്ക് മണ്ണ് കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ കുറച്ചുകൂടി മണ്ണ് കൊണ്ടുവന്ന് ഞാൻ അവളിൻ്റെ